ചേട്ടാ, KPCCയുടെ തലപ്പത്തേക്ക് KS തിരിച്ചു വരികയാണ്. എന്താണ് കണ്ണൂരിലെ പുതിയൊരു സാഹചര്യം എന്ന് പറയുന്നത്? കണ്ണൂരിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് KS സുധാകരൻ. KS ആണ് അവിടുത്തെ നേതൃത്വം. അദ്ദേഹം ഇനി ഒരു പര്യടനത്തിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അത്തരം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. സോണിയാഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എത്തുന്നു. പിന്നീട് നമ്മൾ കേട്ടൊരു പേരാണ് KS. ഇവരോടൊപ്പം സഞ്ചരിക്കാൻ പോകുന്ന മറ്റൊരു പേരായ KS ഇപ്പൊ KPCCയുടെ നേതൃസ്ഥാനത്തിലേക്ക് തിരിച്ചു വരികയാണോ? അതെ, സുധാകരനെ AICC ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സുധാകരനെ KPCCയുടെ പ്രസിഡന്റായി വീണ്ടും അവരോധിക്കാൻ പോകുന്നു, അദ്ദേഹത്തെ നിയമിക്കാൻ പോകുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിൽ ആണ് ഇവിടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ വളരെ നല്ല മിന്നുന്ന വിജയം നേടുന്നു, കോൺഗ്രസ് നേടുന്നു. ഉമാ തോമസ് ഉപതെരഞ്ഞെടുപ്പിലൂടെ വരുന്നു. അപ്പോൾ അന്നത്തെ ആ വിജയം, അതുമാത്രമല്ല, എങ്ങനെയാണ് KPCC പ്രസിഡന്റായ സുധാകരൻ വരുന്നതെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ മറ്റൊരു കണ്ണൂരുകാരൻ തന്നെ ഇരിക്കട്ടെ, പിണറായി വിജയനോടൊപ്പം ഇടിച്ചിടിച്ച് നിൽക്കാൻ KPCCയുടെ തലപ്പത്തേക്ക് ഇങ്ങനെ ഒരാൾ വരട്ടെ എന്ന് AICC തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ വരുന്നത്. അങ്ങനെ AICCയുടെ ഒരു തീരുമാനം തെറ്റിപ്പോയില്ല. ശ്രീ പിണറായി വിജയന് പറ്റിയ എതിരാളി തന്നെയാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു എതിരാളിയായി തന്നെയാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന ഇവിടുത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം, ചാണ്ടി ഉമ്മൻ വരുന്നു, ചാണ്ടി ഉമ്മൻ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അങ്ങനെ തീർത്തും അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ ഒരു സെമി കേഡർ പാർട്ടിയായി കൊണ്ടുവരും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പോൾ കേഡർ പാർട്ടിയാണ് CPM എന്ന് പറയുന്ന കേഡർ പാർട്ടിയാണ്. നമുക്ക് അത്രയൊന്നും ആയില്ലെങ്കിലും ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിനെ കേഡർ പാർട്ടിയായി കൊണ്ടുവരുമെന്ന് സുധാകരൻ പറയുന്നു. ഇപ്പോൾ ഇവിടെ അന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചില ജാതി സമവാക്യങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ അന്ന് സണ്ണി ജോസഫ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സണ്ണി ജോസഫ് MLA തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ, അദ്ദേഹമാണ് KPCC പ്രസിഡന്റ് ആവുന്നത്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം വരെയും അദ്ദേഹം തന്നെയാണ്, ഇപ്പോഴും നിലവിൽ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫ് ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഈ സുധാകരൻ വീണ്ടും അദ്ദേഹം MP ആണ് കണ്ണൂർ, അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കണമെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ ഒരു ചെറിയ ആഭ്യന്തര പ്രശ്നമൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്നു. തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ രാഹുൽ ഗാന്ധി അടങ്ങുന്നവർ തന്നിരുന്ന ഒരു വാക്ക്, തനിക്ക് വീണ്ടും ഒരു പാർട്ടി പദവിയോ അല്ലെങ്കിൽ MLA ആയി നിയമസഭയിൽ മത്സരിക്കാൻ അവസരം തരികയോ ചെയ്യാം എന്നൊരു വാക്ക് തന്നിരുന്നു. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പറയുന്നത് എന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ലോകസഭയിൽ ഉള്ള MP-മാരുടെ എണ്ണം വളരെ കണക്ക്. അവിടെ 100 സീറ്റ് അല്ലെങ്കിൽ 100-നടുത്ത സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിലെ MP-മാർ എത്രയെങ്കിലും ഏതാണ്ട് 18 UDF MP-മാരുണ്ട്. അപ്പോൾ അത്രയും തന്നെ വരുമ്പോൾ ഈ MP-മാരെ എല്ലാവരെയും 18 മുസ്ലിം ലീഗിനും MP ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആ MP-മാരുടെ എണ്ണം അവരുടെ പ്രതിപക്ഷ നിരയെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടും ഇനി MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തതിൻ്റെ പുറത്ത് സുധാകരൻ്റെ ആവശ്യം അംഗീകരിക്കാതെ പോകുന്നു. അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണം, കോൺഗ്രസ് ജയിച്ച് ഭരണത്തിലേക്ക് വരണം എന്ന ഒറ്റ ഇതിൽ നിൽക്കുമ്പോൾ പിന്നെ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, UDF-ന്റെ ചെയർമാൻ ശ്രീ VD സതീശൻ, കൂടാതെ രമേശ് ചെന്നിത്തല, ഇങ്ങനെ സണ്ണി ജോസഫ്, ഇങ്ങനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ തലപ്പൊക്കമുള്ള നേതാക്കൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് സുധാകരൻ ഡൽഹിയിൽ നിന്ന് പാർട്ടിക്ക് വിധേയനായി തിരികെ വരുന്നു. ആ സുധാകരനെ ഇപ്പോൾ പാർട്ടി തിരികെ വിളിക്കുന്നു. അദ്ദേഹത്തിന് KPCC പദവിയിലേക്ക് നമുക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളതാണ് ഒരർത്ഥം. കാരണം ഇദ്ദേഹം KPCC സ്ഥാനം ഒഴിയുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ഈ കോൺഗ്രസിന് തന്നെ അതിൽ 2 അഭിപ്രായമായിരുന്നു. ഒരു അഭിപ്രായമായിരുന്നു, എന്തിന് അദ്ദേഹത്തിന് പകരക്കാരനാകുമോ സണ്ണി ജോസഫ് എന്ന് വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സണ്ണി ജോസഫ് ഒക്കെ KS-നെക്കാട്ടിൽ കൂടുതലായി മാധ്യമ സ്ഥാനം അല്ലെങ്കിൽ മാധ്യമ പ്രീതി കിട്ടുന്നതും പല കാര്യങ്ങളിലും KS ഒന്ന് ഒതുങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് ലോക്സഭയിലൂടെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂരിലെ കോട്ടയിലെ വോട്ടുകളൊക്കെ കിട്ടിയത് സുധാകരനായിരുന്നു. നമ്മൾ മറക്കാൻ പാടില്ല. KS-ലേക്ക് അത്രത്തോളം വോട്ട്
പ്രത്യേകിച്ച് കോട്ടയം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ട് എണ്ണുന്ന സമയത്ത് ഇരട്ടച്ചങ്ങന്റെ പോലും കണ്ണു തള്ളിപ്പോയ ഒരു സാഹചര്യം. കണ്ണൂര് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും അവിടെ പോലും അദ്ദേഹത്തിന് വോട്ട് ഭൂരിപക്ഷം കേസിനാണ്. കേസ് ഏതാണ്ട് 1,00,000-ലധികം വോട്ട്, അടുത്ത വോട്ടിനാണ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹം ജയിക്കുന്നത്. ഇപ്പൊ CPM-ന്റെ നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന എത്രയെങ്കിലും ഇടങ്ങളിൽ, ഇപ്പൊ മട്ടന്നൂരായിരുന്നാലും ധർമ്മടത്തായിരുന്നാലും അതേപോലെ തന്നെ ചില സ്ഥാനാർത്ഥികളെ മാത്രമേ നമുക്ക് എവിടെ കൊണ്ട് നിർത്തിയാലും ജയിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു നേതാവാണ് KS എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇനി സ്വതന്ത്രനായി നിന്നാൽ പോലും എവിടെ നിന്നായാലും ജയിക്കും. അതാണ് സുധാകരന്റെ ആ ഒരു പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത്, ആ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണത്. സുധാകരന്റെ ഈ ഒരു തിരിച്ചുവരവ് തീർച്ചയായും ഈ ആവേശമാണ് അണികൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കണ്ണൂരിന്റെ നേതൃസ്ഥാനത്തിന്റെ അപ്പുറത്തേക്കും സുധാകരനെ നമുക്ക് ഉപയോഗിക്കാൻ, കേരളം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കും. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര നേതാക്കൾക്കൊപ്പം KS ആണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പോകുന്നത്. കോഴിക്കോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, കണ്ണൂർ ഒരുങ്ങുന്നു, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഒരുങ്ങുന്നു. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ഷഫിയുടെ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെ സ്വീകരിക്കാനായിട്ട് കോഴിക്കോട് വലിയ ഒരു പന്തലൊക്കെയാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു തേരോട്ടത്തിന് ഒരു മികച്ച, അല്ലെങ്കിൽ മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത ഒരു അമരക്കാരനായിട്ട് തന്നെയാണ് KS-നെ നമുക്ക് പറയാൻ പറ്റുന്നത്. ആ സ്ഥാനത്തേക്കാണ് KS തിരിച്ചു വരുന്നത്. താൽക്കാലിക സ്ഥാനമെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. കാരണം സണ്ണി ജോസഫിന് കൃത്യമായി ഇദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കേണ്ടിയിരിക്കുന്നു, സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ KPCC പദവി അദ്ദേഹം തന്നെ ഇരിക്കുന്നതിനോട് അല്ലെങ്കിൽ അത് ശരിയായ നടപടികളെല്ലാം നടന്നു പോവില്ല. അതുകൊണ്ട് തന്നെ പേരാവൂര് ഒരു പോരാട്ടം നടക്കുന്നത് കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് KS-നെ തിരിച്ച് ആ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതൊരു കോൺഗ്രസിന്റെ തന്നെ നല്ലൊരു മുന്നേറ്റത്തിന്റെ ഒരു തുടക്കമാവില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് പേരാവൂർ അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് പദവി കൂടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കണ്ണൂർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ കോഴിക്കോട് വരെ വരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ K. സുധാകരനെ വീണ്ടും KPCC പ്രസിഡന്റായി കൊണ്ട് വരുമ്പോഴത്തേക്കും കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ K. സുധാകരന്റെ പ്രസംഗം അണികളെ കൂട്ടാനും അണികൾക്ക് ഉത്തേജനം ഉണ്ടാകാനും ഉപകരിക്കുമെന്ന് AICC മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത് ഒരു വാർത്ത കൂടെ നമ്മൾ കേൾക്കുന്നത്, K. സുധാകരൻ ഒരു വേള ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം ഇപ്പം MP ആയിട്ടാണുള്ളത്, MP സ്ഥാനം രാജിവെച്ച് അദ്ദേഹം മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകാൻ, അത് ആഭ്യന്തരമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അങ്ങനെ മന്ത്രിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഉപതെരഞ്ഞെടുപ്പ് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം എന്താണോ ആവശ്യപ്പെട്ടത്, അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടുകൊണ്ട് തനിക്ക് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന് ഡൽഹിയിൽ വന്നുള്ള ആ കാത്തിരിപ്പൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിലേക്ക് തന്നെ ഭരണത്തിലേക്ക് UDF വരികയാണെങ്കിൽ അങ്ങനെ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയേക്കും. അതായത് K. സുധാകരന് പിണറായിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന ദുഷ്ചെയ്തികൾ കണ്ടുപിടിക്കത്തക്ക രീതിയിൽ പിണറായിയും കൂട്ടരെയും കൊടുക്കാൻ ആഭ്യന്തരമന്ത്രിയായി ഒരു വേള ചിലപ്പോൾ K. സുധാകരൻ വരും എന്നും അദ്ദേഹത്തിൻ്റെ അണികൾ വിശ്വസിക്കുന്നു.